ഡിഗ്രിയുടെ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കാണുന്നത്. ഇത് എഡ്മണ്ട് കാർട്ട്റൈറ്റിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു, ക്യാപ്റ്റൻ സ്വിങ്ങിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. ഇതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഹോബ്സൺ ആൻഡ് ദ തിയറി ഓഫ് ഇമ്പീരിയലിസം, റുഡോൾഫ് ഹിൽഡർഗിങ്, അതുപോലെ തന്നെ ഇമ്മാനുവൽ വാളർസ്റ്റൈൻ വേൾഡ് സിസ്റ്റം തിയറിയുടെ ഇമ്മാനുവൽ വാളർസ്റ്റൈനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. മൊണോപ്പൊളി ക്യാപിറ്റലിനെ കുറിച്ച്, ഡിസ്ട്രിക്റ്റ് കളക്ടേഴ്സ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ, juries in colonial judiciary, local rebellions and colonial army, colonial medicinal practices, colonizer and the colonized, limits to decolonization. ഇങ്ങനെ അതുപോലെ തന്നെ പാർട്ട് ബിയിലെ ചോദ്യങ്ങൾ, പാർട്ട് സിയിലെ ചോദ്യങ്ങൾ. അതിനെ തുടർന്ന് 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. റിനൈസൻസ് റോസ ലക്സംബർഗ് മിക്കപ്പോഴും ആവർത്തി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ആവർത്തി ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പ്ലാനിങ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് കൊളോണിയൽ ഹെൽത്ത് കെയർ സർവീസസ്. അതുപോലെ തന്നെ അനലൈസ് ദ റോൾ ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ ദ പ്രോസസ് ഓഫ് സിവിലൈസിങ് ദ കോളനീസ്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. 2023 ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ ഹോബ്സൺ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആൻഡ്രേ ഗുണ്ടർ ഫ്രാങ്കിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. കൊളോണിയൽ മജിസ്ട്രേറ്റ്സിനെ കുറിച്ച് ഇവിടെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ദ പില്ലർ ഓഫ് സാൾട്ട് എന്താണ്, പെനൽ ഓഫ് ആൻതിയാസ് എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വെച്ചിരുന്നു. 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ നോക്കുന്നത്, ആൻസർ ചെയ്യാൻ പോകുന്നത്. 2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ ചോദ്യം ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം, ഫ്യൂഡലിസത്തിന്റെ അധപ്പതനം എന്താണ് എന്നാണ്. ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം വാസ് എ ഗ്രാജുവൽ പ്രോസസ്. ഫ്യൂഡലിസം എന്ന് പറയുന്നത് റോമൻ ചക്രവർത്തിയുടെ ഭരണമൊക്കെ അവസാനിച്ചു, അടിമത്തം ഒക്കെ അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നപ്പോൾ ധാരാളം അടിമകൾ ഉണ്ടായിരുന്നു, അതൊക്കെ അവസാനിച്ചു. അതിനുശേഷം ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ഭരണം നടക്കുകയാണ്. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ഭരണം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ അംഗരക്ഷകരായിട്ടുള്ള നൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫ്യൂഡൽ പ്രഭുവിന്റെ ഫ്യൂഡൽ കോട്ട, ഫ്യൂഡൽ മാനോർ ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്യൂഡൽ നാടുവാഴികളുടെ കാലഘട്ടമാണ് യൂറോപ്യൻ ചരിത്രത്തിലെ ഏറെയും നമ്മൾ കണ്ടത്. പക്ഷെ ഇത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് അധപ്പതിക്കാൻ തുടങ്ങി, അത് ഇല്ലാതാവാൻ തുടങ്ങി. ദി ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം വാസ് ഗ്രാജുവൽ പ്രോസസ്. ഇത് പെട്ടെന്നുണ്ടായതല്ല, സാവധാനത്തിൽ മാത്രം സംഭവിച്ച ഒരു കാര്യമാണ്. ദാറ്റ് ഒക്കേർഡ് ഇൻ യൂറോപ്പ് ബിറ്റ്വീൻ 14th century and 17th century. എന്ന് വെച്ചാൽ 100-300 വർഷത്തിനിടയിലാണ് ഫ്യൂഡലിസം തകരുന്നത്, അല്ലാണ്ട് പെട്ടെന്നൊരു തകർച്ചയല്ല. ഹിയർ ആർ സം കീ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ഇറ്റ്സ് ഡിക്ലൈൻ. ഫ്യൂഡലിസം തകരാനായിട്ട് കറുത്ത മരണം എന്ന് പറയുന്ന പ്ലേഗ് ഒരു കാരണമായിട്ടുണ്ട്. ദി ഡിവാസ്റ്റേറ്റിംഗ് പാൻഡമിക് ലെഡ് ടു സിഗ്നിഫിക്കന്റ് ഷോർട്ടേജ് ഓഫ് ലേബർ. അങ്ങനെ പ്ലേഗിൽ ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്ലേഗ് എന്ന് പറയുന്ന ആ പാൻഡമിക് പണിക്കാരുടെ ക്ഷാമം ഉണ്ടാക്കി എന്ന് പറയാം, വിച്ച് വീക്കൻഡ് ദ ഫ്യൂഡൽ സിസ്റ്റം. അപ്പോൾ അധ്വാനിക്കാനായിട്ട് പണിക്കാരില്ലെങ്കിൽ ഫ്യൂഡൽ സമ്പ്രദായം ആകെ തകരും, അതൊരു പ്രശ്നം. റൈസ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, കച്ചവടവും വാണിജ്യവും ഉയർത്തെഴുന്നേറ്റ് വന്നത് ഒരു വലിയ പുരോഗതിയായി മാറുന്നു, ഫ്യൂഡലിസം തകരാൻ ഒരു കാരണമായി. ട്രേഡ് ആൻഡ് കൊമേഴ്സ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഒരു പുതിയ വിഭാഗം വ്യാപാരികളും കൈത്തൊഴിലുകാരും രൂപപ്പെട്ടു വന്നു. ഇത് പതിവ് ഫ്യൂഡൽ മേലാൾ കീഴാൾ ക്രമം അഥവാ ഹൈറാർക്കിയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പുതിയ ഒരു സാമൂഹിക വിഭാഗം രൂപപ്പെട്ടു വന്നത്. മറ്റൊന്ന് ഗ്രോയിങ് പവർ മൊണാർക്കീസ്, അതായത് ചക്രവർത്തിമാരുടെ വർദ്ധിച്ചു വരുന്ന ഒരു കരുത്ത്, അതൊരു കാരണമായി. സെൻട്രലൈസ്ഡ് മൊണാർക്കികൾ വന്നു, സച്ച് ആസ് ദോസ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ്. ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഒക്കെയാണ് ഇത് ഒരു തരത്തിലുള്ള മൊണാർക്കികൾ രൂപപ്പെട്ടു വന്നത്. ബിഗാൻ ടു അസേർട്ട് ദർ അതോറിറ്റി ഓവർ ദ നൊബിലിറ്റി, പ്രഭുക്കന്മാരുടെ മേല് ആ ചക്രവർത്തി ഭരണം ശക്തമായി സ്ഥാപിക്കാൻ കെൽപ്പുള്ളവരായിരുന്നു ഇവരൊക്കെ, ഈ ഭരണാധികാരികൾ. അപ്പോൾ ഫ്യൂഡൽ സിസ്റ്റത്തെയൊക്കെ അമർച്ച ചെയ്യാനായിട്ട്, അവരെ കാൽക്കീഴിൽ നിർത്താനായിട്ട് കഴിയുന്ന ഒരു മൊണാർക്കി സിസ്റ്റം പിന്നീട് രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്. പിന്നെ കർഷകരുടെ കലാപങ്ങളാണ്, പെസന്റ് റിവോൾട്ടുകൾ. പെസൻസ് ടയേർഡ് ഓഫ് ദെയർ ഒപ്രസീവ് കണ്ടീഷൻസ്, കർഷകര് അവരുടെ ആ അടിച്ചമർത്തപ്പെടുന്ന അവസ്ഥയിൽ മനമെടുത്തിരുന്നു. ദേ ബിഗാൻ ടു റിവോൾട്ട് അഗൈൻസ്റ്റ് ദ ഫ്യൂഡൽ ലോർഡ്സ്, ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കെതിരെ കലാപക്കൊടി ഉയർത്തി എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ എമർജിങ് ഓഫ് നാഷണൽ സ്റ്റേറ്റ്സ്, ദേശരാഷ്ട്രങ്ങൾ രൂപപ്പെട്ടു വന്നു. ദ ഡെവലപ്മെന്റ് ഓഫ് നാഷണൽ സ്റ്റേറ്റ്സ് സച്ച് ആസ് ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ് മാർക്ക്ഡ് എ ഷിഫ്റ്റ് അവേ ഫ്രം ദ ഡീസെൻട്രലൈസ്ഡ് ഫ്യൂഡൽ സിസ്റ്റം. വികേന്ദ്രീകൃതമായ ആ ഫ്യൂഡൽ സമ്പ്രദായത്തിൽ നിന്ന് ഇംഗ്ലണ്ടും ഫ്രാൻസും തന്നെ മാറിയത് തന്നെ ഒരു പുതിയ മാറ്റമായിട്ട് നമുക്ക് ഇതിനകത്ത് കണക്കാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നവോത്ഥാനത്തിന്റെ തുടക്കം, റിനൈസൻസും എൻലൈറ്റൻമെന്റും ഉണ്ടായത്
ദി കൾച്ചറൽ ആൻഡ് ഇന്റലക്ച്വൽ മൂവ്മെന്റ്സ് ഓഫ് ദ റിനൈസൻസ് ആൻഡ് എൻലൈറ്റൻമെന്റ്, നവോത്ഥാനത്തിന്റെയും പ്രബോധോദയത്തിന്റെയും സാംസ്കാരികവും ബുദ്ധിപരമായ ആ ചലനങ്ങളും ഉണർവും. പ്രൊമോട്ടഡ് ന്യൂ ഐഡിയാസ് അബൌട്ട് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, വ്യക്തിയുടെ അവകാശങ്ങളെ കുറിച്ച് പുത്തൻ ആശയങ്ങൾ നൽകി. ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി, സമത്വത്തെക്കുറിച്ച് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞു. വിച്ച് അണ്ടർമൈൻഡ് ഫ്യൂഡലിസ്റ്റ് സിസ്റ്റം, അത് ഫ്യൂഡൽ സമ്പ്രദായത്തിന് ഇല്ലാതാക്കി എന്ന് പറയാം. ദീസ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡൽ സിസ്റ്റം, ഈ ഘടകങ്ങൾ ഫ്യൂഡൽ സമ്പ്രദായത്തിന്റെ അധപതനത്തിന് കാരണമായി. പേവിംഗ് ദ വേ ഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ്, ആധുനിക മുതലാളിത്ത സമൂഹങ്ങളുടെ ആവിർഭാവത്തിന് ഇത് വഴിതെളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഡെമോഗ്രാഫിക് തിയറി ഓൺ ദ ട്രാൻസിഷൻ ഫ്രം ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസം. ഫ്യൂഡലിസത്തിൽ നിന്ന് ലോകം മുതലാളിത്തം എന്ന് പറയുന്ന പുതിയൊരു ക്രമീകരണത്തിലേക്ക് വളർന്നു വരികയായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ജനസംഖ്യാപരമായ ശാസ്ത്രത്തിന് എന്ത് ബന്ധമാണുള്ളത്? ഇതാണ് ഡെമോഗ്രാഫിക് തിയറി പറയുന്നത്. അതായത് ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്ക് ലോകം മാറിയപ്പോൾ, ചുവടുമാറ്റം വെച്ചപ്പോൾ, ട്രാൻസിഷൻ സംഭവിച്ചപ്പോൾ, ഇത് ഡെമോഗ്രാഫിക് തിയറിയും ഇതുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത് എന്ന ആശയമാണ് 2 മാർക്കിന്റെ ചോദ്യമായി. അടുത്ത ചോദ്യം ഈ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും.